ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഓഫ് എസ് ബ്ലോഗ്സ് ആൻഡ് ഗെയിംസ്. നമ്മൾ 100 സബ്സ്ക്രൈബേഴ്സായി ലൈവ് ചെയ്യുമെന്ന് പറഞ്ഞായിരുന്നു. നിങ്ങൾ പെട്ടെന്ന് നോക്കുകയാണെങ്കിൽ നമ്മൾ സെപ്റ്റംബർ 8-ാം തീയതി അടിക്കുകയാണെങ്കിൽ നമുക്കൊരു കിഡിക്കാഴ്ചൊരു മൈൻക്രാഫ്റ്റിൻ്റെ ഒരു കിഡിലോസ്കി മൈൻക്രാഫ്റ്റ് വീഡിയോ നമ്മൾ ചെയ്യും ലൈവായിട്ട്. അത് നമ്മുടെ അതിൻ്റെ അകത്ത് സ്നിദ്ദു, ക്യാമറമാൻ സ്നിദ്ദു, ഞാൻ, RF, പിന്നെ അച്ചു, ഈ 4 പേരായിട്ടാണ് നമ്മൾ കളിക്കണേ. അപ്പം നമ്മൾ ഇന്ന് കളിക്കാൻ പോണ മോഡ് ഏതാന്ന് വെച്ചാൽ CS കളിക്കണം. CS-ൻ്റെ അകത്ത് നമ്മൾ ഹീറോയ്ക്ക് അടിച്ചിട്ടുണ്ട്. അത് നമ്മുടെ സ്വന്തം അച്ചുവാണ്. പിന്നെ കഷ്ടപ്പെട്ട് ഹീറോയ്ക്കൊക്കെ അടിച്ചു. അപ്പം നമ്മൾ നേരെ വീഡിയോയിലേക്ക്. അപ്പം ഇന്നത്തെ ലൈക്ക് ടാർഗറ്റ് എത്രയെന്ന് വെച്ചാൽ ഒരു 50 ലൈക്സാണ്. അപ്പോൾ നേരെ CS തുടങ്ങിയിട്ട് കാണാം. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ CS തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ CS അങ്ങനെ സ്റ്റാർട്ടായിട്ടുണ്ട്. നേരത്തെ പറഞ്ഞൊരു ഓപ്ഷൻ അതൊരു സെറ്റിങ്സ് ആയിരുന്നു, അത് ഞാൻ സെറ്റാക്കി. നമുക്ക് എനിമിനെ കണ്ടിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ അച്ചീവ് ചെയ്യണം. നമുക്കൊന്ന് ഗെയിം പോസാക്കിൻ്റെ ഇടയിൽ കാരണം നമ്മൾ കളിക്കുന്നു. അങ്ങനെ അപ്പുറത്തെ ടീം എയ്സ് എടുത്തിരിക്കണം. DARK ഗെയിമർ. അപ്പോൾ ഗൈസ് നമ്മൾ കിങ്ഫിഷർ ഡെസേർട്ട് വേണമെങ്കിൽ കിങ്ഫിഷർ വേണം. പറഞ്ഞു കിങ്ഫിഷർ ഡെസേർട്ട്. അപ്പോൾ ഗൈസ് നമ്മൾ ഡെസേർട്ട് എടുത്ത് പോവുകയാണ്. എനിമീനെ കണ്ട ഇങ്ങനെയാ വെച്ച് കൊല്ലണം, എന്നാലേ എനിക്ക് എക്സ്ട്രാ സ്റ്റാർ കിട്ടുള്ളൂ. ലൈഫ് മാസ്റ്റർ അടിക്കണം. അപ്പോൾ ഗൈസ് നമ്മളൊരു വട്ടം നോക്കായിട്ടുണ്ട്. അപ്പം എന്നാ റിവൈവ് ഇട്ടു, അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. എനിക്ക് മൈനസ് ഇട്ടു. നമ്മൾ ഓടിച്ചാടി പോകുമ്പോൾ വീടിനടുത്തു നമ്മൾ ബ്ലൂ ആൾട്ടു എനിമി ഇവിടുന്ന് അടിച്ചിരുന്ന് നമ്മൾ കണ്ടിരിക്കുന്നു. പിന്നെ ഞാൻ പോകുമ്പോൾ വീണ്ടും എനിമി അടിച്ചിരിക്കുന്നു. ഏതിരുമിയാണ് അടിക്കുന്നത്. മെഡ് തീർന്നിരിക്കുന്നു. വീണ്ടും നമ്മൾ മെഡ് അടിച്ചോണ്ടിരിക്കുകയാണ്. പോക്കറ്റ് മാർക്കറ്റ് ഉള്ളത്. MP40 കിട്ടിയിരിക്കുന്നു. കളി കഴിഞ്ഞെന്ന് വിചാരിച്ചിട്ടുണ്ട്. കളി കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ടീം എടുത്തു. നമ്മുടെ ഹീറോയിക്കിൻ്റെ ഇമോട്ടാണ് ഗൈസ്. നമ്മുടെ നമ്മുടെ ഗിൽഡ് ഇപ്പോൾ ഞാൻ 2 ലെവലായിരിക്കുന്നു. അപ്പോൾ ഇനി 25 പേര് കിട്ടിയില്ലെങ്കിൽ ഞങ്ങളുടെ ഗിൽഡ് വീണ്ടും 1 ലെവലിലേക്ക് മാറുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും SS ഗെയിമറിൻ്റെ ഗിൽഡിൽ കയറണമെങ്കിൽ നിങ്ങൾ ഫ്രണ്ട് റിക്വസ്റ്റ് ഇട്ടാൽ മതി. SS ഗെയിമറിനെ കയറ്റുന്നതായിരിക്കും ഗിൽഡ് ടെസ്റ്റ് കഴിഞ്ഞിട്ട്. ഗിൽഡ് ടെസ്റ്റിന് വെച്ചാൽ എൻ്റെ ഇപ്പോൾ റൂം
അത് ജയിച്ചവർക്ക് കയറാവുന്നതാണ്. പിന്നെ കളിച്ചില്ലെങ്കിലും നല്ലൊരു റാങ്കും ഒരു ഹീറോയ്ക്ക് അടിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒപ്പം റൂം വിളിക്കാൻ തന്നെ കയറാം. ഹീറോയിക് പ്ലെയേഴ്സിന് അലൗഡ് ആണ്, റൂമൊന്നും വേണ്ട. അവർക്കൊന്നും ഒരു കുഴപ്പമില്ല. എൻ്റെ അടിപൊളി മോഡ് സെറ്റായിട്ടുണ്ട്. ഒന്നും മോഡ് സെറ്റാക്കിയിട്ട് വരാം ഗൈസ്. ഇപ്പോൾ ഇത് സെറ്റായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു, അറിയില്ല. ഇപ്പോൾ സെറ്റായിട്ട് തോന്നുന്നു. സെൻസിറ്റിവിറ്റി 200 ഓക്കെ. ഇപ്പോൾ വീണ്ടും സെറ്റായിട്ട് സെറ്റായിട്ടുണ്ടാവും. ആ ഇവിടെ അപ്പോൾ നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. 100 സബ്സ്ക്രൈബേഴ്സ് ആയിക്കഴിഞ്ഞാൽ നമ്മളുടെ CVF ഒരു ലൈവ് ഇടുന്നതായിരിക്കും ഓഗസ്റ്റ് 8-ന്, സെപ്റ്റംബർ 8-ന്. സോറി, മിസ്റ്റേക്ക് പറ്റിയതാണ്. എൻ്റെ മിസ്റ്റേക്ക് കളിച്ചിട്ട് എൻ്റെ അടുത്ത് ഓടിക്കുകയും ചെയ്യും. ഇവനും ചത്തു. അവനെ നമുക്ക് ശരിയാക്കണ്ടേ? ശ്രമിക്കാം എന്നേ പറയാൻ പറ്റും. എടുത്തോണ്ട് പോടാ. എടാ AWMത്തിന് അത്രയ്ക്കുള്ളതാണ്. പിന്നെ കുത്തി പിടിക്കാനും പറ്റും. എനിക്ക് എടുത്തോ പറഞ്ഞു ുവാള് കാണിച്ചു പറഞ്ഞോ. സ്കിൻ നോക്കട്ടെ. സാധനം അതിപ്പോൾ ഈ അടുത്ത് ഫ്രീ ആയിട്ട് കൊടുത്തതാണ്. എന്താ എങ്ങനെ? ആ ഈ വുഡ് പെക്കറിന്റെ സ്കിന്നെ സ്പിൻ ചെയ്തെടുത്തതല്ലേ ഈ? ആ ഗോൾഡ് കൊടുത്തിട്ട്. അത് ഗോൾഡ് ഫ്രീ ആയിട്ട് കിട്ടില്ലല്ലോ, കളിച്ചാലേ കിട്ടുള്ളൂ. അല്ലല്ലോ ഫ്രീ ആയിട്ട് കൊടുത്തു. എന്താ പിന്നെന്തോ എന്നെ പോലത്തെ യൂട്യൂബേഴ്സിനെ ഫ്രീ ആയിട്ട് കൊടുക്കണ്ടേ? ഞങ്ങളെ പോലത്തെ പാവങ്ങൾക്ക് കളിപ്പിച്ച് കിട്ടണം. ബ്രോ ഇപ്പം അങ്ങോട്ട് കയറി ചെന്നാൽ അടി കിട്ടിയിട്ട് അവിടെ ഊട്ടിയിട്ട് കൊണ്ടുപോയി വെറുതെ കണ്ടാൽ അടുത്തോണ്ട് പോയ ഇതോണ്ടറ ഏതെടുക്കാൻ പോലെ എൻ്റെ പിള്ളേ തൊട്ട് വിളിക്കുന്നോ? കുഴപ്പമില്ല, കളി പോയില്ലേ. മൈനസ് ആയിട്ടുണ്ടാവില്ലല്ലോ അല്ലേ? ഇല്ല. അപ്പൊ നമുക്ക് ഒരു ബിയർ കളിച്ചിട്ട് അവസാനിപ്പിക്കാം. അതല്ലേ നല്ലത്. അത് തന്നെയാണ് നല്ലത്. ടീമായിട്ട് കളിക്കാം നല്ലത്. വിത്ത് സ്കോഡ് ഗെയിംസ്. അല്ലെങ്കിൽ ഞാൻ ആദ്യം പോയി ആവും. എനിക്ക് എൻ്റെ ഒരു കുറച്ച് ദിവസം കളിച്ചാൽ ഇന്നുകൊണ്ടാണ് തോന്നുന്നത്. ഈ ഒരു CS ഈ CS കഴിഞ്ഞിട്ട് നമുക്ക് കാണാം ഗൈസ്. നമ്മൾ അങ്ങനെ വിജയകരമായി CS കളിച്ച് വന്നിരിക്കുന്നു. നമ്മൾ ഇന്ന് ബിയർ കളിക്കാൻ പോവാണ് ഗൈസ്. നമ്മൾ സ്കോഡ് കളിക്കാൻ പോവാണ്. അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ BR സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഒന്ന് പെട്ടെന്ന് ഇറക്കുമ്പോൾ സാർ അത് ഞാൻ ചടിക്കോളാം. ബൈ. ഓക്കെ. തറവാടിനെ വലിക്കുക അല്ല, പീക്കിൻ്റെ അടുത്തോട്ട്. ശരി, തറവാടിനെ വലിക്കുക നിൽക്കോ? സാൻഡിനോ ഇല്ല ഇട്ടിക്കണേ. ബിയറിലെ സാൻഡിന് ഇട്ടിട്ട് വരാൻ പറഞ്ഞിട്ടില്ലല്ലേ? നീ പറയുന്ന തന്നെ എല്ലാം കഴിഞ്ഞ് ഞാൻ ചാവാൻ. എടാ അതിൻ്റെ മേലെ കയറിയിട്ട് എയിം ചെയ്യാലോ. വേറൊരു അപ്ഡേറ്റ് അത് പോയോണ്ട് അതിൽ ഞാൻ ഇട്ടിറങ്ങിയത്. മറ്റേ ആ സാധനം നോക്ക്, എനിക്ക് വ്യത്യാസം തോന്നുന്നുണ്ട്. ആകാശത്ത് വ്യത്യാസമുണ്ട്. ആകാശത്തിലെങ്കിലും വ്യത്യാസമുണ്ട്. ആകാശത്ത് മേഘങ്ങളൊക്കെ ഉണ്ട്. റിയലിസ്റ്റിക്. നിങ്ങൾക്ക് ഒറിജിനൽ നിങ്ങൾക്ക് ഫ്രീ ഫയറിന് ഇപ്പോൾ എന്തെങ്കിലും വ്യത്യാസം തോന്നുന്നെങ്കിൽ അടിയിൽ കമന്റ് ചെയ്യണം. കമന്റ് എന്തായാലും ചെയ്യണം. ഒരാൾ ഇപ്പൊ എന്നെ ചത്തല്ലേ? ഗോൾഡ് പോയിട്ട് വെറുക്കട്ടെ. എന്തെങ്കിലും വ്യത്യാസം ഈ കാറൊക്കെ നോക്കിയേ. ഒറിജിനാലിറ്റി ഉണ്ടല്ലോ നല്ല പോലെ. അവരെന്താ വെച്ച് പറയട്ടെ. നിങ്ങൾക്ക് വല്ല വ്യത്യാസം തോന്നിട്ട് പറയാം. നമുക്ക് പണ്ടെടുത്ത് പോവാം.
ഇതിന് ഈ മോട്ടറിന് വല്ല വ്യത്യാസം ഉണ്ടോ? ഇമോട്ടിന് വ്യത്യാസമില്ലേ? ഓക്കെ വണ്ടി പോവാൻ നോക്കിയേ, ഗോൾഡ് എടുക്ക് പോയിട്ട് ഒരുത്തൻ ചത്തു. ഇനി അടുത്ത ആകുമ്പോൾ തന്നെ ചത്തോനെ പൊക്കിയിടും. അവ ഇവിടെ കിടക്കുന്നു 347 മീറ്ററാ. ഇതോണ്ടാ ഞാൻ അവനെ കൊല്ലാനേ വന്നേ. നീ കൊന്നു, ഞാൻ നിന്നെ കൊല്ലും. മര്യാദക്ക് പോയിട്ട് കൊല്ലി. ഇതോണ്ടാ എടാ താഴത്തല്ല മേലെ മേലെ ൂപനാടാ. കൊല്ലടാ, കൊല്ലു 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 കൊല്ലു. എടാ ഞാനെങ്ങാനും ഇത് സഹിക്കേല. കൊന്നിട്ട് അവിടെ ഗൈസ് നമ്മൾ എത്ര വലിയ പ്രോ പ്ലെയർ ഒന്നല്ല. ഈ കളിയൊക്കെ ഞാൻ കുറച്ച് ദിവസം കളിക്കാതിരുന്നോണ്ട് എനിക്ക് കളി ഫുള്ള് പോയിരിക്കുക. സത്യം അതാണ്. അല്ലെ അവന്റെ അറിയാണ്ടല്ലോ. അല്ല അല്ലെ നമ്മളെ തലമണ്ട അടിച്ചു കൂട്ടിനെ സ്കൈറ്റ് പിടിച്ചേക്കണ നോക്കടാ. നോക്ക് ഇങ്ങനെ പിടിക്കേ ബഗ്ഗടിച്ച നമുക്ക് പകടിച്ചില്ല. ഞാൻ റിയലിസ്റ്റിക് കൂട്ടിച്ചേക്ക്. ഇത്രയ്ക്കും റിയലിസ്റ്റിക് വേണ്ടായിരുന്നു. ഇതെങ്ങനെ ജോണിന്റെ നോക്ക് ഗ്ലേസിങ് കണ്ടാ? അതെ എന്റെ ഗ്ലേസിങ്. ഇവിടെ ഞാൻ റിവൈവ് ചെയ്യണേ സുഖം. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്തിട്ട് അടിയിൽ കമന്റ് ചെയ്യണം. നമ്മളെ കാണിച്ചിട്ടില്ലടാ നമ്മള് ഇത് എങ്ങനെ ചെയ്തത്. ഓ ഹെൽപ്പ് ചെയ്യാമോ? ഹെൽപ്പ് ചെയ്യണെങ്കിൽ ഹെൽപ്പ് ചെയ്തിട്ട് കാണാം. ഗൈസ് നിങ്ങൾ വെറുതെ ബോറായി. അപ്പൊ ഗൈസ് നമ്മളങ്ങനെ റിവൈവ് ചെയ്ത് വിട്ടു തന്നു. നമ്മൾ എന്നിട്ട് വേണം അവിടെ ഫുൾ എനിമി. എന്നിട്ട് വേണം ഞാൻ ചാവാൻ. ഏതെങ്കിലും സാധനത്തിന്റെ ടോപ്പിൽ ഇറങ്ങണ താഴത്തെ എനിമി ഉണ്ടാവും അടിക്കാ. എന്റെ ഗണ്ണില്ലാതെ ഞാൻ എന്ത് കാണിക്കണേ? ഈ പിസ്റ്റല്ലേ ഇത് വെച്ചിട്ട് എത്ര ലോങ് അടിക്കാൻ പറ്റും? അത്രയും ലോങ് അടിക്കാൻ പറ്റില്ല. ഒരു മൂന്ന് തന്നെ ഉള്ളൂ. അതിനു മുമ്പ് ഇത് കഴിയും. ഒന്നോ രണ്ടോ കില്ലെങ്കിലും എടുക്കാൻ പറ്റില്ലേ? ബുള്ളറ്റ് കഴിഞ്ഞു. അതിന്റെ ഉള്ളല്ലേ കൊടുത്തിട്ട് പോ. അതിനെ ഞാൻ വന്നേ. സൂപ്പർ ഇതുകൊണ്ട് വലിയ യൂസ് ഒന്നും ഇല്ല. അടുത്തെന്താ കാണിച്ചാടാ. ഞാൻ കണ്ടിട്ടില്ല എന്നാ വരെ. ഞാൻ പാവാടാ, യൂട്യൂബർന്നല്ലോ. ഓ നിനക്കൊക്കെ നിന്റെ ഒക്കെ ഒരു ഭാഗ്യം. നമ്മളൊക്കെ പാവങ്ങളാണേ. ഈ അറഫും കപ്പയും മീൻകറിയും ഒക്കെ. അല്ലല്ല നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയായിരുന്നു. നീ വെറുതെ ലോങ് ഗോൾഫ് കളിച്ചോണ്ടിരുന്നു. നമ്മള് പാവങ്ങളാ, നമുക്കൊന്നും പറ്റില്ലേ. നീ എങ്ങോട്ടാണ് പോണേ? നിമ്മയുടെ അണ്ണാക്കി ചെന്ന് ചാടി കൊടുക്കുമ്പോ അവിടെയാണ് ഏറ്റവും കൂടുതൽ എനിമി ഉണ്ടാവുക. ആ ഡ്രോപ്പ് എടുത്തിട്ട് ഇപ്പൊ നിനക്ക് കിട്ടണ്ടേനും. ആ P90 വെച്ചിട്ടെങ്കിലും ഒരു കില്ലെങ്കിലും എടുത്തിട്ട് അവിടെ, അല്ലാതെ മൈനസിന്റെ ആറാട്ടാവും. അതൊന്നും വേണ്ട. ഇതൊന്നും ഇതാ സൂപ്പർ മെഡ്. എടാ 4 സൂപ്പർ മെഡ്. ഇതുകൊണ്ട് എന്തുണ്ടാക്കാനാ? എന്തായാലും സൂപ്പർ മെഡ് അടിക്കുമ്പോഴത്തേനും ചാവും ഉറപ്പാ. എന്തായാലും നല്ല കുട്ടിയായിട്ട് നമുക്ക് ഒരുത്തൻ റിവൈവ് ചെയ്ത് വിടാം. പക്ഷെ ഗോൾഡ് ഇല്ല ഗൈസ്. ഗോൾഡ് ഇവിടെ ഇല്ലതും പോയി. ഇവിടെ ഗോൾഡ് ഉണ്ടാവും. P90 എടുത്തോ. പറഞ്ഞതാണ് ഒളിച്ചിക്കണ്ട. അവ അതിന്റെ ഇടയിൽ കൂടെ ഇതുകൊണ്ട് രണ്ട് ചിപ്പി. എടാ അവനെ കൊല്ലല്ലേ. അവന്റെ ടീമേറ്റ് വരുമ്പോഴേക്കും ഇവനെ കൊല്ലട്ടെ. ഓക്കെ, അങ്ങനെ നിന്റെ ചലഞ്ച് ഞാൻ എടുത്തിരിക്കുന്നു. എന്താ ഞാൻ 10 കില്ല വന്നത്? 10 കില്ല് എടുക്കാനുള്ള സമയമില്ല എനിക്ക്. 19 വരെയായി.
അതിന് പറഞ്ഞു എന്റെ അവന്മാരെ കണ്ടുപിടിച്ച് പോകുമ്പോഴേക്കും അവിടെ അടിക്കും നമ്മള്. നമ്മള് അടിക്കാൻ പോണില്ലേ? വേറെ കാര്യം വേണേ ഓടി വന്നോ. അവന് റിവൈവ് ഉള്ള സാധനം കിട്ടിയിട്ടുണ്ട്. ഗോൾഡ് 400 എണ്ണം കൊണ്ട് 400 കൊണ്ട് അവനെ റിവൈവ്. 600 ഇത് എവിടുന്നപ്പോ അവിടുത്തത്. അവിടുത്തെ എങ്ങനെ എടാ നിന്റെ അടുത്ത് എനിമയുണ്ട് കേട്ടോ. എൻ്റെ അടുത്ത് എനിമയുണ്ട്. മലയാളി അല്ല. മലയാളി ഇല്ലെന്ന് എനിക്കറിയാം. അപ്പൊ മറ്റേടത്ത് കൂടെ ചാടി വരും. നോക്കിയിരുന്നോ? ചാപ്പിടിക്ക് കൂടി നല്ല ലാഗ്, കട്ട ലാഗ്. ഇനി ഒരുത്തം മാത്രമേ ഉള്ളോ? ഇപ്പൊ ഇവിടെ ഇതെന്തൊരു സൂപ്പർമാനാ ഞാൻ കൊടുത്തേക്കാം. അവനെ റിവൈവ് ചെയ്യാൻ പറ്റണ ഞാൻ റിവൈവ് ചെയ്തിട്ട് ഞാൻ ഓടുക. ടോപ്പിൽ കയറാൻ നിന്നിട്ടാണ് ഞാൻ ചാവൻ. ഞാൻ പോട്ടറാ എങ്ങനെയും ഞാൻ ജയിക്കാൻ നോക്കട്ടെ. അപ്പൊ അവൻ ടോപ്പേ പോടാന്ന്. 18 ലൈവ് 18 ഇത്ര നേരം എങ്ങനെ ഞാൻ ഇത്രയും സർവൈവ് ചെയ്യണം. ഇത് പെട്ടെന്ന് വാ എന്റെ വണ്ടി. അത് വണ്ടിയുടെ ഇത് പെട്ടെന്ന് വാ, എനിക്ക് പോണം. മോൺസ്റ്റർ ഇതെങ്ങനെ വണ്ടിയുടെ എടുക്കുക? വണ്ടിയുടെ വരും എന്തെങ്കിലും ലൂട്ടർ തരും. ഞാൻ പോയി, ഞാൻ രാജ്യത്തെ ആളല്ല. വിട്ടോ? അയ്യോ അതാ അപ്പൊ ഗൈസ് നമ്മളിപ്പോ തന്നെ എന്നിയുടെ അണ്ണക്കാണ് കേറി കൊടുത്തത്. അവന്മാര് നമ്മളുടെ ബാക്കിൽ ഉണ്ടോന്ന് നോക്കിയടാ. യെസ്, നമ്മളപ്പോൾ ഇറങ്ങാൻ പോകുന്നില്ലെന്ന് അവന്മാര് നമ്മളെ സാപ്പിടും. ഫാക്ടറി നീ പറഞ്ഞിട്ട് ഞാൻ ഫാക്ടറിയിൽ വല്ല ഇറങ്ങിയതാണെങ്കിൽ തീർന്നേനെ. നേരെ വിട്ട നീ ചത്ത്. അടുത്ത ആള് സൈഡ് തിരിക്ക് മോ കളിക്കല്ലേ. ബുയ്യടിക്കേണ്ടതാണ്. ബുയ്യടിക്കുന്ന എനിക്ക് തോന്നില്ല. ഞാൻ കഷ്ടപ്പെട്ട് ഓടിക്കുക. എടാ മോൺസ്റ്റർ ട്രക്ക് തന്നെയാണോ നിനക്ക് എടുക്കാൻ കിട്ടി? എടാ ഇറങ്ങണ്ട, നിന്റെ ബാക്കിൽ ആ വണ്ടിക്കാരുണ്ട്. ഇപ്പോ ഇല്ല. ഒന്നുകൂടി നോക്കി നോക്കുക. ഇല്ല, നോക്കി അവന്മാര് വരുത്തണ്ടേ. ഇല്ലടാ, ഉള്ളിലെങ്ങാനും ഉണ്ടോന്ന് നോക്ക്. ഫാക്ടറി ടോപ്പിയോ? ഇനി പോ. നീ ഗ്ലൈഡർ ഉണ്ട് എന്റെ ഗ്ലൈഡർ ഉണ്ട്. ഫാക്ടറി ഈ ഫാക്ടറി അല്ല, വേറെ സ്ഥലമുണ്ട്. ഇവിടേക്ക് അടുത്ത സൂം വരാൻ പോണേ. നമുക്ക് സെൻട്രല് അല്ല വലിയ സ്ഥലം കാണാണ് പോകും. എന്താടാ കട്ടക്ക് ഉണ്ടല്ലേ. എടാ അവിടെ സൂം വരാൻ പോണേ. എടാ എന്നാലും കുഴപ്പമില്ല, അവിടുന്ന് പെട്ടെന്ന് കില്ലെടുക്കാ. എന്താ പറയണ്? അവിടേക്ക് പോവല്ലേ. ഇവിടെ ലാൻഡ് മൈനും ഇല്ല. ഞാൻ പറഞ്ഞതാണ് ഫാക്ടറി ടോപ്പിക്ക് പോയി. ഫാക്ടറി ടോപ്പിൽ നോക്കിയേ ഫാക്ടറി ഫുള്ളിന് കവറാവാൻ പോവാ. ഞാൻ ഇപ്പൊ എന്ത് ചെയ്യണം? എടാ ഇന്നാ ആ ക്ലോക്ക് ടവറിൽ സ്കാർ കൊണ്ട് എയിം ചെയ്ത് നോക്ക്. ഏതെങ്കിലും അടുത്ത് ഉണ്ടോന്ന്. ക്ലോക്ക് ടവറിന്റെ മേലേക്ക് കയറിയാൽ മതിയായിരുന്നു. അവിടേക്ക് അടുത്ത് സോൺ വരുന്നേ. അതെ, ഇനി അങ്ങോട്ടും മോളോട്ട് കയറാൻ പറ്റില്ല. മറ്റെടുത്തോണ്ട് പോയിക്കോ. ഉണ്ടാക്കിയ കുറച്ചൊന്നും എടുത്ത് വെച്ച് ചാവണ്ട. രക്ഷപ്പെട്ടിട്ട് ബുദ്ധിയടിക്കാളാ. എടാ രണ്ടുപേര് പോലെ മറ്റേ ഫാക്ടറി നമ്മള് പിന്നെ ഒന്നുമില്ല കയ്യിൽ. ഗോൾഡ് പോലും ഇല്ല. അവൻ ചെത്ത റിവൈവ് സെന്റർ ഉണ്ട് എവിടെയെങ്കിലും. അല്ല, ഇവിടെ ഇതുണ്ടേ, വെൻഡിങ് മെഷീൻ ഉണ്ട്. ഇത് എവിടെയാണോ ഗോൾഡ് കുറച്ച് ഹിറ്റ് ലിസ്റ്റ് കാണിക്കാൻ പറ്റൂല്ല. ലിസ്റ്റ് കാണിക്കാൻ പറ്റും. 400 400 മറ്റോന്റെ ഒപ്പം പോയേ നീ. മറ്റവിടെ ഇവ ഇങ്ങോട്ട് തോന്നി അത് പൊട്ടിച്ച് വെച്ചേക്ക. ഞാൻ അതിന്റെ അടുത്തോട്ട് പോയി ചെന്നിട്ട് ഇവ പഠിക്കുമ്പോ ഇവിടെ ഉണ്ട്.
എടാ ഏതെങ്കിലും ഒരു എനിമി വന്നിട്ട് കില്ലെടുക്കാൻ പറ്റണേ. ഇപ്പൊ 400 ഉണ്ട്, പക്ഷേ ഇപ്പൊ വാങ്ങിക്കാൻ പറ്റും. ഫാക്ടറിയിലോ വേണ്ട അങ്ങോട്ട് പോ അവിടേക്ക് നോക്കല്ലേ. എന്തിനാ മോനെ? ആ അതിന്റെ മേലേക്ക് കേറാൻ നോക്ക്. എടാ അവിടെ എടാ ദോണ്ട അതിന്റെ മുകളിൽ എനിമി ദോ കൂടി കിടക്കണ് ചത്ത്. എടാ അതിന്റെ മേലേക്ക് കയറാൻ നോക്കി നോക്ക്. ഇത് വെച്ചിട്ട് ചത്താലും നോക്കായാലും കയറാൻ പറ്റും? ഇല്ല പറ്റും, നീ നോക്ക്. ഇല്ല ഇവിടെ യൂസിനുള്ള ബട്ടണില്ല. ചാവണ്ട. അവനെ വിളിക്കാൻ ശ്രമിക്കണ്ട നീ. എൻ്റെ നല്ല പ്ലസ് കിട്ടും, വീട് നല്ല ലോങ്ങാ. ഓക്കെ അവൻ ചത്തു. അപ്പം പേടിച്ചു. നമുക്ക് നമ്മൾ പ്ലാറ്റീൻ അടിച്ചു. അങ്ങനെ പ്ലാറ്റീൻ അടിച്ചു, ഒരു കില്ല് കൊടുത്തിട്ട്. അപ്പോൾ എനിവേ ഞാൻ പോകുന്നു. ബൈ.